പാലക്കാട്ടെയും ആലത്തൂരിലെയും ജനങ്ങളുടെ മനസ്സ് കൃത്യമായി അറിയുന്ന നേതാക്കളിൽ ഒരാളാണ് എ കെ ബാലൻ. ഇപ്പോൾ എ കെ ബാലൻ ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ ഒരു വേളയിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ തവണ ഒരു അപ്രതീക്ഷിതമായിരുന്നു പാലക്കാടും ആലത്തൂരും CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു തോൽവി. ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ഏതുവരെ ആയിട്ടുണ്ട്? അല്ല, അക്കാര്യത്തിൽ ഇപ്പോൾ യാതൊരു സംശയവും ആർക്കുമില്ല. പാലക്കാടും ആലത്തൂരും തിരിച്ചു പിടിക്കും. വമ്പിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും. UDF അവർ മാനസികമായി ഏതാണ്ട് പിന്നോട്ടടിച്ച് കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെയും പ്രചരണ പ്രവർത്തനത്തിൻ്റെയും 4 അയലത്ത് പോലും എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇതോടൊപ്പം തന്നെ BJP ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് പിന്നെ അവരുടെ നിലനിൽപ്പിൻ്റെ വർഷമാണ്. ജയിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ് മത്സരം. പക്ഷേ ഈ രണ്ട് കക്ഷികളും ഇന്നലെ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഈ കോളനികൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ നമ്മുടെ ജില്ലയിൽ. അതുപോലെ തന്നെ ആദിവാസി ഊരുകളും. ആ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി മദ്യവും പണവും ഒഴുക്കുന്നതിനുള്ളൊരു നടപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു ശക്തമായിട്ടുള്ള നിലപാട് ഇതിൽ സ്വീകരിക്കണം. ഇന്ന് രാവിലെ മുതൽ വിതരണം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രിയാണ് അവരത് കേന്ദ്രീകരിക്കുന്നത്. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ വളണ്ടിയർമാർ നിയമവിരുദ്ധമായി പ്രവർത്തനത്തെ ചൂണ്ടിക്കാണിച്ച് നിയമപരമായിട്ടുള്ള നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷനോട് അഭ്യർത്ഥിക്കും. അതിനനുസരിച്ച് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ പോലീസും ശക്തമായി ഇടപെടണം. പിന്നീട് ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ളൊരു ശ്രമം മൊത്തത്തിൽ നടക്കുന്നുണ്ട്. അതൊരു ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുക. ഇപ്പോൾ അത് വേണ്ടപ്പെട്ട രൂപത്തിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. സാധാരണ നിലയിൽ ഇലക്ഷൻ്റെ കാലഘട്ടത്തിലായാലും അല്ലാതെയും IPC അല്ലെങ്കിൽ പ്രാതിനിധ്യ നിയമം, പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് പ്രകാരം വ്യക്തികൾ തമ്മിലായാലും സമുദായങ്ങൾ തമ്മിലായാലും ജാതികൾ തമ്മിലായാലും മതങ്ങൾ തമ്മിലായാലും എനിമിറ്റി, വിദ്വേഷമുണ്ടാക്കുന്ന ഒരു രൂപത്തിലുള്ള പ്രവർത്തനവും നടത്താൻ പാടില്ല. അതൊരു കോഗ്നൈസബിൾ ഒഫൻസാണ്. ആ രൂപത്തിലുള്ളൊരു പരാമർശം നടത്താൻ പാടില്ല. ഒരിക്കലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത കാര്യമാണ് മിനിഞ്ഞാന്ന് വന്നത്. ആഭ്യന്തര ശത്രുക്കളായിട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുക യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷങ്ങളെ. ഇന്ത്യ രാജ്യത്തിലെ ഹിന്ദുക്കളുടെ സ്വത്തെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു, കെട്ടുതാലി പോലും കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. എന്തൊരു ഭയാനകമായിട്ടുള്ള പരാമർശമാണത്. ഇതിൻ്റെ ഭാഗമായി വർഗീയ കലാപത്തിൻ്റെ തിരികൊളുത്തുകയല്ലേ ചെയ്തിട്ടുള്ളത്. ഓരോ മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളെ കാണുമ്പോഴും എൻ്റെ സമ്പത്ത് കൊള്ള ചെയ്ത ആളാണിത്, അതുകൊണ്ട് ഇവനെ ആട്ടി ഓടിക്കണം എന്ന സന്ദേശം ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഏത് രൂപത്തിലുള്ള കലാപത്തിനായിരിക്കും നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരിക. ഇപ്പോൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് പിണറായി, കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി, ഇടയ്ക്കിടെ നൽകുന്നൊരു സന്ദേശമുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങളിതിനെ കൂട്ടി വായിക്കണം. അതിൻ്റെ തുടർച്ചയായി ഇനി കോമൺ സിവിൽ കോഡ് വരുമെന്നാണ് പറയുന്നത്. പള്ളി പൊളിച്ച സ്ഥലത്ത് അമ്പലം പണിതു. അവിടെ അമ്പലം ഉണ്ടായിരുന്നില്ല എന്ന് സുപ്രീം കോടതി അടക്കം പറഞ്ഞാൽ, എന്നാലും പള്ളി പണിയട്ടെ. പള്ളി പണിയുന്നതിനും അമ്പലം പണിയുന്നതിനൊന്നും ഇവിടെ ആരും എതിരല്ല. പൊളിച്ച സ്ഥലത്ത് തന്നെ അമ്പലം പണിയണം എന്ന വാശി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ജമ്മു കാശ്മീരിൻ്റെ പദവി ഇല്ലാതാക്കി കഷ്ണാക്കിയത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? അതിൻ്റെ പരിസമാപ്തിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇന്ത്യ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്തതാണ്, ഇന്ത്യക്ക് പറ്റാത്തതാണ്, ആഭ്യന്തര ശത്രുക്കളാണ് എന്ന സന്ദേശമല്ലേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊടുത്തത്. അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ക്ലാരിഫൈ ചെയ്യണം. എന്താ ഈ കെട്ടുതാലീൻ്റെ പ്രശ്നം പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല. ഈ സ്വത്ത്, ഹിന്ദുക്കളുടെ സ്വത്ത് എല്ലാം
പിന്നെ മുസ്ലിങ്ങൾ അനധികൃതമായി കൈവശം വെച്ചു എന്നൊരു സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത അയൽവാസീനെ കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്താന്ന് ഇത് വേണ്ടപ്പെട്ട രൂപത്തിൽ ഈ പ്രതിപക്ഷം തന്നെ പൊതുവിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അപ്പോൾ ഇതിൽ വളരെ 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 ജാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനമായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ. തിരഞ്ഞെടുപ്പിന് ഇപ്പോൾ 2 ദിവസമല്ലേ ഉള്ളൂ നമ്മൾ നടത്തേണ്ടത് എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. യാതൊരു സംശയവും വേണ്ട. പാലക്കാട് ഇപ്പോൾ തന്നെ എഴുതി വെച്ചോളൂ, തമ്പിങ് മെജോറിറ്റി. ഒന്നാമത് ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ഒരു എം പിയും 18 എം പിമാർ, ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യം എം പിമാർക്ക് കിട്ടിയിട്ടുള്ള കാശ് കൊണ്ട് കുറച്ച് കക്കൂസും കുളിമുറിയും പണിതു എന്നല്ലാതെ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഞങ്ങൾ നടത്തി. ഞങ്ങളൊക്കെ മന്ത്രിമാരാകുമ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാലോ. പാലക്കാട് വരുമ്പം തന്നെ അതിൻ്റെ മുഖച്ഛായ മാറിയില്ലേ? ഇപ്പം തന്നെ നാഷണൽ ഹൈവേ, മെഡിക്കൽ കോളേജ്, VTB സാംസ്കാരിക കേന്ദ്രം, ഇതൊക്കെ പാലക്കാട് കാണുമ്പം തന്നെ ഇതിലേതെങ്കിലും ഒന്ന് ഒരു 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 അവകാശം ഉന്നയിക്കാൻ ഇവർക്ക് കഴിയുമോ? എന്ത് ചെയ്തിട്ടാ? ലോകസഭയിൽ എന്തെങ്കിലും ഈ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുമ്പോൾ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ശക്തമായി ശ്വസിച്ചാൽ ഈ ഒരു പരുവത്തിലേക്ക് എത്തൂലായിരുന്നു. അപ്പം നിർജീവമാണ്, വട്ടപൂജ്യമാണ്. ഞാനിന്നലെ നമ്മുടെ തമിഴ്നാടിൻ്റെ ബോർഡറിലുള്ള വെച്ചുപതി വെള്ളകുളം മൂലഗംഗ പ്രദേശത്ത് പോയി ഒരു 4-5-6 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ അവിടെയുള്ള ആദിവാസികളോട് ചോദിച്ചു, നിങ്ങളുള്ള കാലഘട്ടത്തിലുള്ള വികസന പ്രവർത്തനത്തിനപ്പുറം MP-ൻ്റെയോ അല്ലെങ്കിൽ MLA-ൻ്റെയോ മണ്ണാർക്കാടാണല്ലോ, ഒന്നും ഇവിടെ വന്നിട്ടില്ല, കണ്ടിട്ടേ ഇല്ല. ആദിവാസി ഊരുകളിലുള്ള സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. ഇന്നലെ ഞാൻ അവിടെ പോയ സമയത്ത് ആദിവാസി കുടുംബാംഗങ്ങൾ പറഞ്ഞൊരു കാര്യമാണിത്. ജനങ്ങളിൽ നിന്ന് പരിപൂർണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. സഹോദരൻ തന്നെ പല സമയത്തും പറഞ്ഞിട്ടുണ്ട് BJPക്ക് ഒരു ഭയം വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന്. ഇപ്പോൾ ദേശീയ സംഘടനകൾ നടത്തിയിട്ടുള്ള സർവേ പ്രകാരം തന്നെ BJPക്ക് ഇത്തവണ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കൃത്രിമത്വം ഉണ്ടാകും എന്നൊരു തോന്നലുണ്ട്. അല്ല, കൃത്രിമത്വം ഉണ്ടാകും, അതിനുള്ള എല്ലാ വഴികളും അവർ സ്വീകരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷേ ഞാൻ ആശങ്കപ്പെടുന്നത് ഒരു വർഗീയ കലാപത്തിലേക്കും ഒരു 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 ഏറ്റുമുട്ടലിലേക്ക് നമ്മുടെ ഈ സമൂഹത്തെ വലിച്ചടിച്ച് കൊണ്ടുപോകുക എന്നുള്ള ആശങ്കയാണ് എനിക്കുള്ളത്. അത് ഒരു സാധാരണ നിലയിലുള്ള ആശങ്കയല്ലത്. ഇപ്പോൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചട്ടം വന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീ ആളിക്കത്തുകയല്ലേ മതന്യൂനപക്ഷങ്ങളുടെ. ഇപ്പോൾ ഇതും കൂടി വന്നാലോ? ഇപ്പോൾ ഈ പ്രശ്നവും കൂടിയും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്തൊക്കെ ഇവനാണ് കൊണ്ടുപോയത്, നിങ്ങളുടെ താലി അടക്കം കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായി പ്രതിപക്ഷം ഇതിൽ പ്രതികരിക്കേണ്ടതാണ്, അതിശക്തമായി. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് ശക്തിയായിട്ടുള്ള പ്രതിഷേധം വന്നാൽ. കാരണം ഒറ്റപ്പെട്ടു, ഇപ്പോൾ ആർക്കും ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രധാനമന്ത്രിയാണ് പറയുന്നത്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ ഒരു ഭൂരിപക്ഷ വികാരത്തെ തട്ടി ഉണർത്തി വേറെ ഒരു ദിശയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നതിനും അതുവഴി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി 10 വോട്ടിന് വേണ്ടി എന്ത് ഹീനമായ പ്രവൃത്തിയും ചെയ്യുമെന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത്? ഇതിനേക്കാൾ അപ്പുറം എന്ത് തെളിവ് വേണം? അപ്പോൾ കേരളത്തിലുള്ള ജനതയ്ക്ക് പ്രത്യേകിച്ച് 2-3 ദിവസമേ ഉള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ച് നടത്തിയ ഒരു ശില്പശാലയിൽ കൃത്യമായി പ്രവർത്തകർക്ക് കൊടുത്തൊരു നിർദ്ദേശം അതിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ശരി BJP ആണെങ്കിലും ശരി വലിയ രീതിയിൽ ഉപയോഗിക്കുകയാണ് രാഷ്ട്രീയ ഒരു വിജയത്തിന് വേണ്ടിയിട്ട്. അതിനെങ്ങനെ നോക്കിക്കാണുന്നു? എന്തായിരുന്നു കഴിഞ്ഞ ആ ചിഹ്നവുമായി ബന്ധപ്പെട്ടുള്ള അത്? ഞാൻ കഴിഞ്ഞ 1.5 കൊല്ലമായി പൊതുവേദിയിലും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഞങ്ങൾ രാഷ്ട്രീയമായി പ്രാധാന്യം കൊടുക്കുന്നത്. 3 ഭാഗങ്ങൾ. ഒന്ന്, രാജ്യത്തിലെ ജനതയെയും രാജ്യത്തെയും രക്ഷിക്കാൻ ഭരണഘടന സംരക്ഷിക്കുക, നമ്പർ 1. നമ്പർ 2, നമ്മുടെ രാജ്യത്തിലെ കോർപ്പറേറ്റ് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു ബദൽ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി അത്ഭുതം സൃഷ്ടിക്കുന്ന
പ്രവൃത്തികളാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യുന്നത്. ആ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാൻ, ബദൽ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാനും ഒരു തുടർ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുന്നതിനും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതൊക്കെ സാധിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗീകാരം ഇല്ലാതാക്കാൻ, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔപചാരികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചിഹ്നം പോലും ഇല്ലാതാക്കാൻ ഏത് വഴിവിട്ട മാർഗവും ഇവർ സ്വീകരിക്കും. അതിനുള്ള തെളിവ് ഞാൻ പറഞ്ഞു. ത്രിപുര ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞത്, അടുത്തത് എൻ്റെ ലക്ഷ്യം കേരളമാണ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. അത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നവും കൂടി ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാസ്സാക്കിയിട്ടുള്ള രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഉള്ളടക്കമാണ്. അതുകൊണ്ട് വേറെ എവിടെയും അതൊരു വിവാദമായിട്ടില്ല. നിങ്ങൾ കുറച്ച് ആൾക്കാർ വിവാദമായി. ഇവിടെയൊക്കെ നിങ്ങളൊക്കെ ഇവിടെ കാര്യം ചിലപ്പോൾ സ്ഥാനാർത്ഥിനെ അറിയില്ല, ഏത് പാർട്ടിക്കാണ് വോട്ട് എന്ന് ചോദിച്ചാൽ കൈകൊണ്ട് ഇങ്ങനെ ആകും. അരിവാൾ പറഞ്ഞ മനസ്സിലായോ? ഇവിടെ നിങ്ങൾ അരിവാളിങ്ങനെ, ഈ അരിവാളെന്ന് പറയുന്നത് ഒരു ഹൃദയത്തിൽ ചേർത്തിട്ടുള്ളതാണ് അരിവാളെന്ന് പറയുന്നത്. അരിവാളും ചുറ്റിയായാലും അരിവാളും നൽകാതിരായാലും. അപ്പോൾ അതിനെ അടക്കം ഇല്ലാതാക്കുന്നതിനും പാർട്ടിയുടെ അംഗീകാരം വരെ ഇല്ലാതാക്കുന്നതിനും ഏതറ്റം വരെയും ഇവർ പോകും. അതിന് അവരെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ട്, പണവും ഉണ്ട്. രാജ്യത്തിലെ കൊള്ള ചെയ്ത പണം അവരുടെ കയ്യിലുണ്ട്. ആ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അവർ വിലക്കെടുക്കും. അത് സഖാക്കൾക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പാണ്. ഞാൻ കഴിഞ്ഞ 1.5 കൊല്ലമായി ഞാനവിടെ കോഴിക്കോട് പ്രസംഗിക്കുന്നതിനേക്കാളും മുമ്പ് ഇവിടെ NGO യൂണിയൻ്റെ ജില്ലാ സമ്മേളനത്തിലാണ് പ്രസംഗിച്ചത്. പിന്നെ അട്ടപ്പാടിയിലെ പൊതുവേദിയിലാണ് സംസാരിച്ചത്. അന്നൊന്നും വിവാദമാക്കാതെ അവിടെ പോയിട്ട് ഏതോ ഒരു വിദ്വാൻ ഇപ്പറഞ്ഞ വാചകം മാത്രമേ ഇങ്ങെടുത്തു. ഏത് 3 പൊളിറ്റിക്കൽ ദൗത്യം ഉണ്ടല്ലോ, 52 മിനിറ്റ് നീണ്ടു എന്ന പ്രസംഗത്തിൻ്റെ അകത്ത് 1.5 മിനിറ്റാണ് ഈ പറഞ്ഞത്. ബാക്കി രണ്ടും പറഞ്ഞിട്ടുള്ളത് ഭരണഘടനാ സംരക്ഷണവും ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണവുമാണ്. അതുകൊണ്ട് സഖാക്കൾ വളരെ വളരെ എൻ്റെ പാർട്ടി, ഞാൻ പറയാം, ആദ്യം അട്ടപ്പാടിയിൽ എൻ്റെ ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അവിടെ എന്നെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരു മൂപ്പത്തിയുണ്ട്. 85 വയസ്സായി. ഞാൻ ആദ്യം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ആദ്യം പോയൊരു ഊരാണ്. അവിടെ രംഗി എന്ന് പറയുന്നൊരു മൂപ്പത്തി എന്നോടൊക്കെ വന്നിട്ട് ചോദിച്ചു, മോനെ ഇവിടെ അരിവാളി ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, അംഗീകാരം ഉണ്ടാവുമല്ലോ. അതുണ്ടാവും, എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതാണ് വികാരം. പറഞ്ഞ മനസ്സിലായില്ല. അത് പിന്നെ AK വാരം പറഞ്ഞിട്ട് അങ്ങ് വിവാദമാക്കിയിട്ട് എന്തെങ്കിലും കളിയാന്നൊന്നൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. ഇന്നലെ പെരിങ്ങോട്ടുകുറിശ്ശിയിലെ വലിയൊരു വോട്ട് സ്വാധീനമാണ് AV ഗോപിനാഥ് റിപ്പോർട്ട്. ഇതൊന്നും വരാനേ പോകുന്നില്ല, പിന്നെ വെറുതെ ചോദിക്കാന്നല്ലാതെ. അവൻ്റെ AV ഗോപിനാഥ് ഇപ്പോൾ ആലത്തൂരിലെ സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് എത്രത്തോളം പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്? പാർട്ടിക്ക് അത് നിർണായക ഗുണം ചെയ്യുന്നു മാത്രമല്ല, കോൺഗ്രസ്സിലെ AVയെ പോലുള്ള നിരവധി ആൾക്കാർ മാറി ചിന്തിക്കുകയാണ്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഞങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ലല്ലോ. കഴിഞ്ഞ 1ാം പിണറായി ഗവൺമെൻറ്റും 2ാം പിണറായി ഗവൺമെൻറ്റും VSൻ്റെ ഗവൺമെൻറ്റൊക്കെ അധികാരത്തിൽ വന്ന ഞങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമാണോ? അതിനപ്പുറമുള്ള ജനങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലേ? അതിൻ്റെ ഒരു തുടർച്ചയാണ് AVൻ്റെ സമീപനം. ഇപ്പോൾ പുതുതായിട്ടുള്ളതൊന്നുമല്ലല്ലോ, കഴിഞ്ഞ കുറേ കാലമായല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നയമുണ്ട്. അത് VMSൻ്റെ രാഷ്ട്രീയ നയത്തിന് യോജിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കക്ഷി രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വികസന രാഷ്ട്രീയം. ആ വികസന രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങളവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. വേണമെങ്കിൽ ഒന്നും കൊടുക്കാതിരിക്കുക പഞ്ചായത്തിന്. ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും പ്രത്യേകിച്ച് ഞാൻ മന്ത്രി എന്നുള്ള നിലയിലും മറ്റു പഞ്ചായത്തുകളെക്കാളും കൂടുതൽ സഹായിക്കുക ചെയ്തു. അപ്പോൾ ജനങ്ങൾക്കറിയാം ഇവർക്ക് കേവല രാഷ്ട്രീയം മാത്രമല്ല ഉള്ളത്, സങ്കുചിതമായ രാഷ്ട്രീയ ബോധം മാത്രമല്ല ഉള്ളത്, ഒരു വികസന രാഷ്ട്രീയവും കൂടി ഇവർക്കുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായി നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരും. അപ്പുറത്ത് കടുത്ത കട്ട പിടിച്ച എതിരാളികളിലടക്കം ഒരു പുനർചിന്തനം ഉണ്ടാവും. അതിൻ്റെ ബഹിസ്ഫുരണമാണ്
അവിടെ കണ്ട്. ഇന്നലെ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അട്ടപ്പാടിയിലായതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. നിരവധി തവണയായി എന്നെ വിളിച്ചിരുന്നു. ഏതായാലും രണ്ട് മണ്ഡലവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ശരി, അക്കാര്യത്തിലൊന്നും ഒരു സംശയവും വേണം. ഏതായാലും പാലക്കാട് വെക്കുന്നുണ്ടോ? ആരാന്ന് വെച്ചാൽ വരാൻ പറഞ്ഞാൽ മതി. ഏതായാലും പാലക്കാടും ആലത്തൂരും CPM-നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം ഇത്തവണ ഒരു ടെൻഷനും ഇല്ല. രണ്ട് മണ്ഡലവും ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും എന്നൊരു പ്രതീക്ഷയാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.